ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ബുണ്ടസ്ലീഗയിലെ ബയൺ മ്യൂണിക് വേഴ്സസ് ബയർ ലെവർകുസൻ മത്സരത്തെക്കുറിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു ബുണ്ടസ്ലീഗ മത്സരമായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ബയൺ മ്യൂണിക്കിൻ്റെ നീണ്ടകാലത്തെ ഡോമിനൻസ് അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിലാണ് ഷാബി അലോൺസോയുടെ ബയർ ലെവർകുസൻ അൺബീറ്റൻ ആയിട്ട് ബുണ്ടസ്ലീഗ ടൈറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ സീസണിൽ ചാമ്പ്യന്മാർക്കെതിരെയുള്ള ബയൺ മ്യൂണിക്കിൻ്റെ ആദ്യത്തെ മത്സരമാണ്. അലയൻസ് അരീനയിൽ വെച്ചിട്ട് ബയൺ മ്യൂണിക്കിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. 1-1 എന്നുള്ള സമനിലയിലാണ് മത്സരം പിരിഞ്ഞിട്ടുള്ളത്. ഈ മത്സരത്തിലെ 2 ഗോളുകളും കിഡിലൻ ഗോളുകളായിരുന്നു. ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നുള്ള കിഡിലൻ സ്ട്രൈക്കുകളായിരുന്നു. 2ഉം അടിച്ചിട്ടുള്ളത് ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സാണ് എന്നുള്ളതാണ് മറ്റൊരു കൗതുകരമായിട്ടുള്ള സംഭവം. അപ്പോൾ എന്തായാലും ഇവിടെ ഷാബി അലോൺസോയുടെ ടീമിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടാക്ടിക്സ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടും ബസ് പാർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ബസ് പാർക്ക് ചെയ്തുകൊണ്ട്, എഫക്റ്റീവ്ലി പാർക്ക് ചെയ്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവേ പോയിന്റും കരസ്ഥമാക്കിയിട്ടാണ് അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിട്ടുള്ളത്. ബയർ ലെവർകുസനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അവർ അൺബീറ്റൻ അല്ല. ഓൾറെഡി ലൈപ്സിഗുമായിട്ട് മാച്ച് ഡേ 2 അവർ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ മത്സരത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 3 പോയിൻറ്റ്സ് ആയിരുന്നു ബയൺ മ്യൂണിക്കുമായിട്ടുള്ള അവരുടെ ഡിഫറൻസ്. അപ്പോൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ 6 പോയിൻറ്റ്സ് ഡിഫറൻസ് ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനാരിയോയിൽ ഷാബി അലോൺസോ എന്ത് തീരുമാനിച്ചു വെച്ചാൽ, ഇവിടെ നിന്ന് ഒരു ഡ്രോ പിടിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഡ്രോ ആയിട്ട് തിരിച്ചു പോയി. ബയൺ മ്യൂണിക്കിൻ്റെ കാര്യം എന്തായിരുന്നു വെച്ചാൽ, അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത് കിടിലം ഫോമിലാണ്. അവർ ഈ സീസൺ തുടങ്ങിയിട്ടുള്ളത് കമ്പനി എന്ന് പറയുന്ന പുതിയ മാനേജറിൽ വേറെ ലെവൽ ഫോമിലാണ്. ഒരുപാട് ഗോളുകൾ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 6 മത്സരങ്ങളിൽ 29 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. 5 ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബുണ്ടസ്ലീഗ ടേബിളിൽ തലപ്പത്തിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ 9 ഗോളുകൾ അടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അത്തരത്തിൽ എന്താണ്, അവരിങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഗോളുകൾ അടിക്കുന്നു. ഡിഫൻസിന് കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ മത്സരത്തിൽ ബയർ ലെവർകുസനെതിരെ അവരുടെ ഡിഫൻസ് ടെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളൊരു തോന്നലായിരുന്നു മത്സരത്തിന് മുമ്പോടിയായിട്ട് ആളുകൾക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിലും അവരുടെ ഡിഫൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ബയൺ മ്യൂണിക്ക് തുടക്കം മുതൽ അഗ്രസീവായിട്ട് കളിക്കുന്നു. അവരുടെ പ്രസ്സിങ് മികച്ചതായിരുന്നു. അവരുടെ കൗണ്ടർ പ്രസ്സിങ് മികച്ചായിരുന്നു. അവർക്ക് പൊസിഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവർ അത് വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ടെറിറ്റോറിയൽ അഡ്വാൻറ്റേജ് അവർക്കായിരുന്നു. പൊസിഷൻ കൂടുതൽ കൈകാര്യം ചെയ്തവരായിരുന്നു. മത്സരത്തിൽ കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളത് അവരാണ്. അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം ഉണ്ടായിരുന്നത്. 18 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ടെറിറ്റോറിയൽ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഒരുപാട് മത്സരത്തിൽ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിഗ് ചാൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിഗ് ചാൻസ് ആണ് സ്റ്റാറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സെർജ് ഗ്നാബ്രിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ 2 അറ്റംപ്റ്റുകൾ പോസ്റ്റിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഒലീസയ്ക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെയാണ് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കും. അപ്പോൾ ഷാബി അലോൺസോയുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഫെൻസീവ്ലി അവർ എന്തായിരുന്നു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നത് അത് അവർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു 5-3-2 ലെവലിലും 5-4-1 ലെവലിലും ചില സാധനങ്ങളിൽ 5-5-0 ലെവലിലൊക്കെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ ബയൺ മ്യൂണിക്കിൻ്റെ പ്ലേയേഴ്സിന് സ്പേസ് കൊടുക്കാതിരിക്കുക, വളരെ അഗ്രസീവായിട്ട് ഫിസിക്കലായിട്ട് കളിക്കുക. സ്വയർ ആയിരുന്നു റെഫറി ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചില ഗോളുകളൊക്കെ ബയൺ മ്യൂണിക്കിൻ്റെ ആരാധകർക്ക് ഇടങ്ങറുണ്ടാക്കിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ആ ഒരു ഷാക്ക മുസിയാല ഇൻസിഡൻറ്റ് സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചത്, പെനാൽറ്റി കൊടുക്കണം എന്നുള്ള രീതിയിൽ ബയൺ മ്യൂണിക്കിൻ്റെ ആരാധകർ വാദിക്കുന്നുണ്ടാവുമായിരിക്കും. ഷാക്ക കുറച്ച് ഫിസിക്കലായിരുന്നു ആ ഒരു അവസരത്തിൽ. അപ്പോൾ ഈ സ്വയർ എന്ന് പറയുന്ന റെഫറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ അലഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാച്ച് ഫിക്സിങ് അലഗേഷൻസൊക്കെ കുറേ മുമ്പുള്ള സംഭവമാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഈ ബിഗ് മത്സരങ്ങൾ ബുണ്ടസ്ലീഗയിൽ ലഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നതാണ്. എന്തുകൊണ്ട് അതിന് കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതിനിടയിൽ അദ്ദേഹത്തെ നല്ല റെഫറി ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അലഗേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചൊല്ലി തർക്കങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ബയർ ലെവർകുസനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഇവരെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫിസിക്കലാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഷാക്കാണെങ്കിലും ആൻഡ്രിച്ച് ആണെങ്കിലും അത്തരത്തിൽ ഫിസിക്കലാകുന്നതായിരുന്നു. മുസിയാലയൊക്കെ സംബന്ധിച്ചോളം മുസിയാല ടെക്നിക്കലി സോ ഗിഫ്റ്റഡ് ആണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിസിക്കാലിറ്റി അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ളൊരു സംഭവമല്ല. അപ്പോൾ അദ്ദേഹത്തെ ഇടിച്ചിടാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹാരി കെയ്ൻ നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. സെർജ് ഗ്നാബ്രിക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു അസിസ്റ്റ് ആകേണ്ട തരത്തിലുള്ള സംഭവം റൈറ്റ് സൈഡിൽ നിന്നുള്ള ഹാരി കെയ്ൻ്റെ ക്രോസ് ആയിരുന്നു എന്നല്ലാതെ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ബോക്സിൽ കാര്യമായിട്ടുള്ള ടച്ചസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ മത്സരത്തിൽ ടച്ചസ് കുറവായിരുന്നു. പിന്നെ ബോണിഫാസ് അദ്ദേഹത്തേക്കാൾ കുറവ് ടച്ചസ് ആയിരുന്നു. പക്ഷേ പൊസിഷൻ കൂടുതൽ 70% പൊസിഷൻ ബയൺ മ്യൂണിക്കിൽ ഉണ്ടായിട്ട് ഹാരി കെയ്ന് മത്സരത്തിൽ ഒരൊറ്റ അറ്റംപ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിലേക്ക് ബോൾ ഒരു സെൻട്രൽ ഏരിയയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വരുന്നുണ്ടായിരുന്നില്ല. ജോണത്തൻ ഠാക്കി അദ്ദേഹത്തെ മാർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ,
ഒരു 5 at the back രീതിയിലാണ് ബായർ ലെവർകുസൻ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മത്സരത്തിലെ ഷോട്ടുകളുടെ വരവ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഏരിയയിലായിരുന്നാണ് കൂടുതൽ ഷോട്ടുകൾ വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം 18 അറ്റംപ്റ്റുകൾ അവർ നടത്തിയിട്ടുണ്ട്. അതിൽ 71% വന്നിട്ടുള്ളത് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ബോക്സിനകത്തേക്ക് അധികം എൻട്രീസ് ബയർ ലെവർകുസൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എടുത്തു പറയാനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഈ 18 അറ്റംപ്റ്റുകൾ ബയൺ മ്യൂണിക്ക് നടത്തിയതിൽ 3 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബയർ ലെവർകുസൻ ആണെങ്കിൽ ആകെ 3 അറ്റംപ്റ്റുകളെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് ഹാഫിൽ അവരടിച്ച ആ ഒരു ഗോളാണ് അവരുടെ ഏക അറ്റംപ്റ്റ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ 2 അറ്റംപ്റ്റുകൾ നടത്തി, 1 മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള XG 0.06 ആണ്. അതിലൊരു ഗോൾ അവർക്ക് അടിച്ചു. അപ്പോൾ ആ ഗോളിൻ്റെ XG ഒന്നുമല്ല, അത് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് അടിച്ചിട്ടുള്ളൊരു ഗോളാണ്. ബയൺ മ്യൂണിക്കും 1.38 XG മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഒരു മത്സരത്തിൽ. അതാണ് പറഞ്ഞത്, ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ബയൺ മ്യൂണിക്കിന് സാധിക്കുന്നതിൽ ഇത്ര അധികം പൊസിഷനും കാര്യങ്ങളും വെച്ചിട്ട് ആ പൊസിഷൻ ബയർ ലെവർകുസൻ അലോ ചെയ്യുന്ന പൊസിഷൻ ആയിരുന്നു. അവരുടെ ആ ഒരു ഏരിയയിലേക്കൊന്നും വന്നിട്ട് ഹൈ പ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും ഷാബി അലോൺസോയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല, ടീമിൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല. ആ ഒരു മിഡ് ഏരിയയിൽ ബോൾ വിൻ ബാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ബയർ ലെവർകുസൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഇപ്പോൾ ഫ്രിംപോങ്ങിലേക്കോ അല്ലെങ്കിൽ ഗ്രിമാൾഡയിലേക്കൊക്കെ ബോൾ എത്തുന്ന കാര്യത്തിൽ, കാരണം ഇവർ വളരെ ഡീപ്പായിട്ടല്ലേ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബയൺ മ്യൂണിക്ക് വളരെ അഗ്രസീവായിട്ട് ഇത് വിൻ ബാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ ബയർ ലെവർകുസനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പിന്നെ എഫക്റ്റീവായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള ബോണിഫേസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ബയൺ മ്യൂണിക്കിൻ്റെ പ്രസ്സിനെ മറികടക്കാനായിട്ട് ഡയറക്റ്റ് ബോളുകൾ കൊടുത്തിട്ട് എന്താണ് അദ്ദേഹം അത് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഗെയിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ 1v1 ഡ്യൂലുകൾ മിക്കതും ബയൺ മ്യൂണിക്ക് വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഉപമക്കാനോ ബോണിഫേസ് ഡ്യൂല് പിന്നെ കൂടുതൽ സമയവും അല്ലെങ്കിൽ മത്സരത്തിൽ മിക്കതും ഉപമക്കാനോ തന്നെ വിൻ ചെയ്യുന്നു. നല്ല രീതിയിലാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിം മിൻ ജെ ബ്യൂട്ടിഫുള്ളായി ഡിഫെൻഡ് ചെയ്യുന്നു. ഈ ഉപമക്കാനും കിം മിൻ ജെയും സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ടെറിയറൊക്കെ ബയർ ലെവർകുസന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചങ്ങായാണ്. അദ്ദേഹം നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു മത്സരത്തിൽ എന്ന് വേണമെങ്കിൽ പറയണം. പിന്നെന്താണ്, ബയർ ലെവർകുസൻ്റെ ഡിഫൻഡർമാർ ഇപ്പോൾ തപ്സോബ ആണെങ്കിലും ഹിൻകാപ്പി ആണെങ്കിലും ജോണതൻ ടാ ആണെങ്കിലും ബ്രില്യൻ്റായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. വിങ് ബാക്കുകൾ നല്ല രീതിയിൽ പുറകിലേക്ക് വന്നിട്ട് ആ ഒരു 5 at the back ആക്കാനുള്ള ശ്രമം, ഷാക്ക ആൻഡ്രിച്ച് ബ്രില്യൻ്റായിട്ട് ആ ഒരു മിഡിലുള്ള ആ ഒരു സ്പേസ്, ഈ ക്രിയേറ്റീവ് പ്ലേയേഴ്സിന് സ്പേസ് കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ ബയൺ മ്യൂണിക്കിൻ്റെ മിഡ്ഫീൽഡിൽ പാബ്ലോവിച്ച് ആണെങ്കിലും കിമിച്ച് ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഗെറേറോ ആണ് ആ ഒരു റൈറ്റ് ബാക്കായിട്ട് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബയൺ മ്യൂണിക്കിന് വേണ്ടിയിട്ട്. ഡേവിസ് ലെഫ്റ്റ് ബാക്കായിട്ട് മനോഹരമായിട്ട് അദ്ദേഹം കളിക്കുന്ന സാഹചര്യം. പിന്നെ മുമ്പോട്ടേക്ക് കയറിയിട്ട് നല്ല രീതിയിൽ അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഗ്നാബ്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനാണ് മത്സരത്തിലെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്ന് വീണിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ റൈറ്റ് സൈഡിൽ എന്താണ്, നമുക്ക് ഒലീസയുടെ ഗെയിമിനെ വിലയിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ മൊമെൻറ്റ്സിൽ അദ്ദേഹം ഇംപ്രസീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ കമ്പനിയുടെ ചേഞ്ചസ് കാര്യമായിട്ട് ഈ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള എടുത്ത് പറഞ്ഞ സമയമാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ, എന്താണ് പ്ലാൻ ബി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ലൈക്ക് ഫോർ ലൈക്ക് ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കെയിൻ ഇഞ്ചുറി പറ്റിയിരുന്ന സാഹചര്യത്തിലാണ് മുള്ളറിനെ കൊണ്ടുവരുന്നത്. മുള്ളർ ആകെ 3 ടച്ചസ് മത്സരത്തിൽ എടുത്തുള്ളൂ. അതിനൊരു ഓപ്പർച്യൂണിറ്റി വന്ന് വീണിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്ന പാടെ തന്നെ. പക്ഷേ അവിടെ ഒരു ചെറിയ നഡ്ജ് അദ്ദേഹത്തിൻ്റെ പുറകിൽ വരുന്നു. അതിൽ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം വീണ് പോകുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. ഒരു അപ്പീലോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ കോമനെ കൊണ്ടുവരുന്നു ഗ്നാബ്രിക്ക് പകരമായിട്ട്. ലൈക്ക് ഫോർ ലൈക്ക് ചേഞ്ചസ് ആണ്. ഒലീസയ്ക്ക് പകരം സാനെ വരുന്നു. സിമിലർ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുകയാണ്. അതിന് പകരം ഇപ്പോൾ ഹാരി കെയ്ൻ ഉള്ളപ്പോൾ തന്നെ, ഹാരി കെയ്ൻ ഇഞ്ചുറി പറ്റുന്നതിന് മുമ്പേ തന്നെ ആ ഒരു റോം ഡോയ്റ്റർ റോളിലേക്ക് നമുക്ക് മുള്ളറിനൊന്നും കൊണ്ട് വന്ന് പരീക്ഷിച്ച് നോക്കാമായിരുന്നു. എന്നിട്ട് വേണമെങ്കിൽ മുസിയാലയെ ആ ഒരു വിങ്ങിലേക്ക് കൊണ്ടുവന്ന് നോക്കാമായിരുന്നു. അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മാറ്റിയാസ് ടെല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് അതിലൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോൾ നോക്കാമായിരുന്നു. എന്നിട്ട് ഈ ബോക്സിലേക്ക് ക്രോസുകൾ കൊടുക്കുന്ന ശ്രമങ്ങൾ കൂടുതൽ നടത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുള്ളറും കെയ്നും അത്തരത്തിൽ 2 പ്ലേയേഴ്സിൻ്റെ പ്രസൻസ് ബോക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കൂടി ചിലപ്പോൾ വേറെ രീതിയിൽ ഈ ബയർ ലെവർകുസൻ്റെ ഡിഫൻസിന് അത് ഒരു പ്രശ്നമായി പോയേനെ. അത്തരത്തിലുള്ള ചേഞ്ചസ് ഒന്നുമല്ല കമ്പനിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. പ്ലാൻ എ തന്നെ മറ്റു പ്ലേയേഴ്സിനെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സബ്സ് എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ആ ഒരു അവസാനത്തെ 15 മിനിറ്റിലൊന്നും ആകെ 2 ഷോട്ടുകളെങ്ങാനും മാത്രമേ ബയൺ മ്യൂണിക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബയർ ലെവർകുസൻ ആണെങ്കിൽ ആ 87ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന നെയ്തൻ ടെല്ല അദ്ദേഹത്തിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നമ്മൾ കണ്ടു. അതായത് അഗെയിൻ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു ഡിഫൻസിൽ നിന്ന്. അങ്ങനെയാണ് ഇവർ ആ ഒരു ബയണിൻ്റെ പ്രശ്നം മറികടക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കിമ്മിച്ചിൻ്റെ ഒരു സ്ലിപ്പ്,
അപ്പോൾ അതിൽ വേർഡ്സ് ടെല്ലെ പിക്ക് ചെയ്യുന്നു, ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുള്ള അവിടെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് നേരെ നോയറുടെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ട് ഒന്നും ബായർ ലെവർകുസൻ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തില്ല. ആകെ 3 അറ്റംപ്റ്റുകളേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് മാസീവ് റെസ്പെക്റ്റ് ബായർ മ്യൂണിക്കിന് ഇത്തവണ ഷാബി അലോൺസോയുടെ ബായർ ലെവർകുസൻ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അത് കമ്പനിക്ക് സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് എടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഷാബി അലോൺസോ എന്ന് പറയുന്ന ടീം ഈ സീസണിൽ അത്ര മികച്ച രീതിയിലുള്ള തുടങ്ങിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ഗോളുകൾ ലീക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അവർ കുറേ ചാൻസുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർ ഗോളുകൾ അധികം കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ചാൻസുകൾ കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണ കൂടുതൽ ഗോളുകൾ ഓൾറെഡി തന്നെ കൺസീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഡിഫൻസ് ഷോറപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കുറേ ചേഞ്ചസ് ഒക്കെ ഈ മത്സരത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. ബോണിഫാസിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ അറ്റാക്കിംഗ് വൈസ് പിന്നെ ഒരു ഹോൾഡ് പ്ലേയിൽ കുറേ കൂടുതൽ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ ഇത് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെയാണ് ഷാബിയുടെ ടീമിന്. ഷാബിയുടെ ടീം പല രീതിയിൽ കളിക്കാൻ പറ്റും. പല മാനേജർമാരുടെ അടുത്ത് നിന്ന് പലതും ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ് ഷാബി അലോൺസോ. ഇപ്പോൾ ഇന്നലത്തേതൊരു ജോസെ മൊറീനോ കൈൻഡ് ഓഫ് ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പല രീതിയിൽ ടീമിനെ കൊണ്ട് കളിപ്പിക്കാൻ ഈ ഷാബി അലോൺസോ എന്ന് പറഞ്ഞ മാനേജർക്ക് സാധിക്കും. ഇനി നമ്മൾ ഈ മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ കാര്യപ്പെട്ട ഇവൻറ്റ്സ് ഇപ്പോൾ എന്താണ്, 20ാമത്തെ മിനിറ്റിൽ മുസിയാല അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രിക്കറി യൂസ് ചെയ്യാണ്, വേർഡ്സിനെ മറികടന്നു പോകുന്നു, ഷാക്കയെ മറികടന്നു പോകുന്നു. പക്ഷേ എന്നിട്ട് ആ ഒരു ബായർ ലെവർകുസൻ ക്രൗഡിലേക്കാണ് ചെന്ന് പോയിട്ടുണ്ടായിരുന്നത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ. ജോണതൻ ടായുടെ കാലിൻ്റെ ഇടയിലൂടെ ബോൾ എടുക്കാനുള്ള ശ്രമമാണ്. ടാ അവിടെ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു എഡ്ജ് ഓഫ് ദ ബോക്സിൽ. അങ്ങനെ ഫ്രീ കിക്ക്, ഒലീസിയുടെ ഫ്രീ കിക്ക് ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ 29ാമത്തെ മിനിറ്റിൽ അഗെയിൻസ്റ്റ് റൺ ഓഫ് പ്ലേ ബായർ ലെവർകുസൻ ലീഡ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ലെവർകുസൻ്റെ മിഡ് ഏരിയയിലുള്ള ആ ഒരു പ്രസ് അത് അവിടെ എഫക്റ്റീവ് ആകുന്നു. അങ്ങനെ ബോൾ വിൻ ചെയ്യുന്നു. ബോണിഫാസിലേക്ക് പാസ് കൊടുക്കുകയാണ്. ബോണിഫാസിലേക്ക് പാസ് ചെയ്തിട്ടുള്ള ഒരു പാവ്ലോവിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യുന്നു. ഇതിന് ശേഷം നോയർക്കൊരു ബാക്ക് പാസ് കൊടുത്താണ്. പക്ഷേ ഒരു വളരെ സ്ലോപ്പി ആയിട്ടുള്ള ബാക്ക് പാസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നേരെ കോർണറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ കോർണറിൽ നിന്ന് ബായർ ലെവർകുസൻ്റെ ഫസ്റ്റ് കോർണറിൽ നിന്ന് അവർ ഗോൾ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ബോക്സിലേക്ക് വരുന്നു. അഗെയിൻ നല്ല രീതിയിൽ അത് ഡിഫെൻഡ് ചെയ്യുന്നില്ല ബായർ മ്യൂണിക്ക്. അങ്ങനെ അത് ഷാക്കയിലേക്കാണ് വന്നുകൊടുക്കുന്നത്. ഷാക്ക അത് നല്ല രീതിയിൽ ചെസ്റ്റ് ഡൗൺ ചെയ്യുന്നിട്ട് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൻഡ്രിച്ചിലേക്ക് ടീ അപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ്രിച്ച് അവിടെ നിന്ന് ഒരു കിണ്ണം കാച്ചി ഷോട്ട് അടിക്കുകയാണ്. അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആരും. അങ്ങനെ നോയറിനെ മറികടന്നുകൊണ്ട് അത് ഗോളാകുന്നു. ബായർ ലെവർകുസൻ ലീഡ് എടുക്കുന്നു. അവിടുന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബായർ മ്യൂണിക്ക് പിന്നെ തിരിച്ചു വരികയാണ് മത്സരത്തിലേക്ക്, ഗോൾ അടിക്കുകയാണ്. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ പാവ്ലോവിച്ചിൻ്റെ ആ ഒരു മിസ്റ്റേക്കിലാണ് ആ കോർണർ പിറന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാവ്ലോവിച്ച് തന്നെ ഗോൾ അടിക്കുന്നു. അപ്പോൾ അത് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഒലീസിയുടെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു. അത് തപ്സോബ ക്ലിയർ ചെയ്തിട്ടുള്ള സാധനം എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന പാവ്ലോവിച്ചിലേക്കാണ് വന്നു വരുന്നത്. അദ്ദേഹം ചെസ്റ്റ് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ഒരു വോളി അടിച്ചോണ്ട് കയറ്റുകയാണ്. എൻ്റെ പൊന്നോ, ബായർ ലെവർകുസൻ്റെ കീപ്പർ ഹെർഡിസ്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാധനം. അതിൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ട്, ചാടി നോക്കുമ്പോൾ കയ്യിൽ തട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളിലേക്ക് പോകുന്നു. വാട്ട് എ വോളി മാൻ. ബവേറിയൻ ആയിട്ടുള്ള പാവ്ലോവിച്ച്, ബായർ മ്യൂണിക്ക് ഫാനായിട്ടുള്ള പാവ്ലോവിച്ചിൻ്റെ സ്റ്റണ്ണർ, വാട്ട് എ ഗോൾ. അതൊരു രക്ഷയിലാകുന്നില്ല. അത് സ്റ്റേഡിയം അങ്ങോട്ട് കുലുക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗോൾ. അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനും ഭീകരമാണ്. അദ്ദേഹത്തിന് എത്രത്തോളം അത് മീൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മത്സരത്തിലേക്ക് ബായർ മ്യൂണിക്ക് തിരിച്ചു വരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ XG രണ്ട് ടീമുകളുടെയും 0.43 ബായർ മ്യൂണിക്കിൻ്റെ 0.02 ആണ് ബായർ ലെവർകുസൻ്റെ. 7 അറ്റംപ്റ്റുകൾ ബായർ മ്യൂണിക്കിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ ഒരെണ്ണം മാത്രം അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു. അത് ആ ഗോളാണ്. ഒരേ ഒരു അറ്റംപ്റ്റ് ലെവർകുസൻ്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ 11ഓളം അറ്റംപ്റ്റുകൾ ബായർ മ്യൂണിക്ക് നടത്തി. അതിലൊരു ബിഗ് ചാൻസ് മിസ് ചെയ്തു. അതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ 48ാമത്തെ മിനിറ്റിൽ കിമിച്ച് മിഡ്ഫീൽഡിലാണെങ്കിലും അദ്ദേഹം ചില സാഹചര്യങ്ങൾ റൈറ്റ് ബാക്കിലേക്കൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗെറേറോ ഇൻസൈഡിലേക്ക് നീങ്ങി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീപ്പ് ഏരിയയിൽ നിന്ന് കിമിച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഒരു സെൻട്രൽ ഏരിയയിൽ നിന്ന് റൈറ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന ഒലീസയ്ക്ക് ബോൾ ഉയർത്തി കൊടുക്കുകയാണ്. ഒലീസ് അത് റിസീവ് ചെയ്യുന്നു. തൻ്റെ റൈറ്റിലേക്ക് നീങ്ങിയിട്ടുള്ള ഹാരി കെയ്ൻ കൊടുക്കുകയാണ്. വിങ്ങിലേക്ക് നീങ്ങിയിട്ടുള്ള ഹാരി കെയ്ൻ അവിടെ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു. ഡീപ്പ് ക്രോസാണ്. അവിടെ ഫ്രിംപോങ് ഈ ഗ്നാബ്രിയുടെ റണ്ണ് അദ്ദേഹം മിസ് ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് അത്ര നല്ലതല്ല, ഡിഫെൻഡിങ് അത്ര നല്ലതല്ല. അപ്പോൾ അവിടെ ഗ്നാബ്രി മനോഹരമായിട്ടത് മീറ്റ് ചെയ്യുന്നു. ആ ഒരു ക്രോസ് അദ്ദേഹം ഫാർ പോസ്റ്റിലേക്ക് അത് ഫിനിഷ് ചെയ്യാൻ നോക്കിയാണ്. പക്ഷേ ഫാർ പോസ്റ്റ് തട്ടി തിരിച്ച് അദ്ദേഹത്തിലേക്ക് തന്നെ വരുന്നു റീബൗണ്ട്. അവിടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഇൻസ്റ്റിങ്ക്റ്റാണ് ഗ്നാബ്രിയുടെ വീണ്ടും അടിക്കാൻ, ഗോളാക്കാൻ. പക്ഷേ ഇത്തവണ ബാറിൽ തട്ടി പോകണം. അൺലക്കി മൊമെൻ്റാണ് അവിടെ ബായർ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം, ഗ്നാബ്രിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഗ്നാബ്രി മത്സരത്തിൽ കാര്യമായിട്ട് ഇൻവോൾവ് ആയിരുന്നില്ല എന്നാണ് എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവം. ഫ്രിംപോങ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 57ാമത്തെ മിനിറ്റിൽ ഒലീസയ്ക്ക് കിട്ടിയിട്ടുള്ള ചാൻസ് അത് സെറ്റ് പീസിൽ നിന്നാണ്. അപ്പോൾ ഫൗളുകൾ ബായർ ലെവർകുസൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ
ഇവരുടെ കൂടുതൽ ഷോട്ടുകളും വന്നിട്ടുള്ളത്, ഷോട്ട് ക്രിയേഷൻസ് സംഭവിച്ചിട്ടുള്ളത് ഈ സെറ്റ് പീസുകളിൽ നിന്നാണ് ബയൺ മ്യൂണിക്കിൻ്റെത്. അപ്പോൾ കിമ്മിച്ച് ഫാർ പോസ്റ്റിലേക്ക് ഫ്രീ എടുക്കുന്നു ആ ഒരു സെൻട്രൽ ഏരിയയിൽ നിന്ന്. അവിടെ ഉപമക്കാനോ ഹെഡർ വിൻ ചെയ്യാണ്. എന്നിട്ടത് ജോണതൻ ട ഹെഡ് ചെയ്തിട്ടുള്ള സാധനം ആ ഒരു 6 സൈഡ് ഏരിയയിൽ പുറത്ത് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഒലീസിയിലേക്കാണ് വന്നു വീണത്. ഒലീസിയുടെ അറ്റംപ്റ്റ് പക്ഷേ ഹ്രാഡിസ്കി, ഒലീസിയുടെ അറ്റംപ്റ്റ് പക്ഷേ ബായർ ലെവർകുസൻ്റെ കീപ്പർ കയറി വന്നിട്ട് സേവ് ചെയ്യുകയാണ്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒലീസിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെന്താണ്, ഈ ടെറിയറൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തെ മാറ്റി ആദ്ലിയെ കൊണ്ടുവരുന്നു ബായർ ലെവർകുസൻ, കോമനെ കൊണ്ടുവരുന്നു, കോമ്പനി ഗ്നാബ്രിയെ പിൻവലിച്ചിട്ട് 67ാമത്തെ മിനിറ്റിൽ കിമ്മിച്ചിൻ്റെ ഒരു കേളർ എഫേർട്ട് നമ്മൾ കാണുന്നു, ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യം. പിന്നെ 70ാമത്തെ മിനിറ്റിൽ ഗ്രിമാൽഡോ ഒലീസയെ ഫൗൾ ചെയ്യാണ്. ആ ഒരു റൈറ്റ് സൈഡിൽ ഒലീസയുടെ ക്വിക്ക് ഫീറ്റും കാര്യങ്ങളാണ്. ഗ്രിമാൽഡോ ഫൗൾ ചെയ്യുന്നു. അതിൻ്റെ ഫ്രീ കിക്ക് ക്ലെവറായിട്ട് ഒരു ഫ്രീ കിക്ക് എടുക്കാൻ നോക്കിയതാണ്. എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിൽക്കുന്ന ബോക്സിൻ്റെ തൊട്ട് പുറത്ത് നിൽക്കുന്ന ഡേവിസിനെ പിക്കുന്നു. പക്ഷേ ഡേവിസിൻ്റെ റൈറ്റ് ഫുട്ടിലേക്കാണ് വന്നുകൊണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ അത് പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഡേവിസിൻ്റെ ഷോട്ട്. പിന്നെ 77ാമത്തെ മിനിറ്റിൽ അഗെയിൻ ഫ്രീ കിക്കാണ്. ഫ്രീ കിക്ക് കിമ്മിച്ച് തൻ്റെ ലെഫ്റ്റിലുള്ള കോമൻ കൊടുക്കുന്നു. കോമൻ്റെ നല്ലൊരു ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുത്തുള്ള ക്രോസ് ഉപമക്കാനോ ഇത്തവണയും ഹെഡർ വിൻ ചെയ്യാണ്. ഇത്തവണ അദ്ദേഹം പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ ആണ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഹെഡർ വിൻ ചെയ്യുന്നു. അത് എന്നിട്ട് ബോക്സിൻ്റെ 6 യാർഡിൻ്റെ പുറത്ത് കിമ്മിൻ ചെയ്യൊക്കെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് വന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിന് അത് ഒരു പവർ കൊടുക്കാൻ സാധിച്ചില്ല. ആ ബോൾ വലയിലേക്കാക്കുന്ന സാഹചര്യത്തിൽ നേരെ കീപ്പറിൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഹാഫ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയാണ് സാനെ വരുന്നത് ഒലീസയ്ക്ക് പകരം. നഥൻ ടെല്ല ബോണിഫാസിന് പകരം ബായർ ലെവർകുസൻ അത്തരത്തിലുള്ളൊരു ചേഞ്ച് വരുത്തുന്നു. ബോണിഫാസിന് ഒരു ഫോർഗറ്റബിൾ മത്സരമായിരുന്നു. പിന്നെ 79ാമത്തെ മിനിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഷാക്ക മ്യൂസിയാല ഇൻസിഡൻ്റ് ആണ്. ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ബോക്സിനകത്താണ് സംഭവിക്കുന്നത്. അവിടെ മ്യൂസിയാലയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഷാക്കയുടെ പുഷിൽ അദ്ദേഹം വീണ്ടും എണീക്കുകയാണ്. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ഫുട്ബോളറാണ് മ്യൂസിയാല. ചില പ്ലേയേഴ്സൊക്കെ വീണിട്ട് റെഫറി ഡിസിഷൻസിനായിട്ട് വെയിറ്റ് ചെയ്യും. അദ്ദേഹം വീണ്ടും എണീക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും ഷാക്ക ഫിസിക്കലായിട്ട് തള്ളിയിടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. കുറച്ച് ഓവർലി ഫിസിക്കലായിരുന്നു അവിടെ ഷാക്ക. അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ പെനാൽറ്റി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താ പറയുക, 100% പെനാൽറ്റിയാണെന്നുള്ളൊരു കോളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അവിടെ ഷാക്കയുടെ ഓവറോൾ മത്സരത്തിലെ ഇമ്പാക്റ്റ് മികച്ചതായിരുന്നുള്ള കാര്യമാണ്. അദ്ദേഹം ഫിസിക്കലാവേണ്ട അടുത്ത് ഫിസിക്കലാകും. അത്തരത്തിലുള്ളൊരു ഫുട്ബോളറാണ് ഷാക്ക. അപ്പോൾ അതാണ് ബയർ മ്യൂണിക്ക് ആരാധകർക്ക് ഇത്തിരി ഇടങ്ങറുണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. കെയ്നിന് പകരം മുള്ളർ വരുന്നു, ലെയ്മർ വരുന്നു. ഗെറേറയ്ക്ക് പകരം ലെയ്മറൊക്കെ വന്നിട്ട് ഒരു അറ്റംപ്റ്റൊക്കെ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം. 86ാമത്തെ മിനിറ്റിൽ മുള്ളറിനൊരു ചാൻസ് കിട്ടിയാണ്. അത് വന്ന പാടെ തന്നെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ എന്താ പറയുക, തപ്സോബ അദ്ദേഹത്തെ നഡ്ജ് ചെയ്തിട്ട് അദ്ദേഹം വീണ് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അല്ലെങ്കിൽ വന്ന പാടെ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചേനെ. പിന്നെയാണ് 87ാം മിനിറ്റിൽ ഒരു ടെല്ലയുടെ ചാൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു മത്സരമാണ്. ഒരുപാട് ഇവൻറ്റ്സുകളെ കുറിച്ച് സംസാരിക്കാനില്ല. ഷാബി അലോൺസോയുടെ ഭാഗത്ത് നിന്ന് അവർ ഒരു ബസ് പാർക്കിംഗ് മോഡൽ ചൂസ് ചെയ്തു, ഗെയിം പ്ലാൻ ചൂസ് ചെയ്തു. അതിനെതിരെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈനൽ തേർഡിൽ ഒരുപാട് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ബയർ മ്യൂണിക്കിന് സാധിച്ചില്ല എന്നാണ്. ഒരു പ്ലാൻ ബി കണ്ടെത്താൻ കമ്പനിക്ക് സാധിച്ചില്ല. പറയാൻ എളുപ്പമാണ് പ്ലാൻ ബി ഇല്ല എന്നുള്ളതൊക്കെ. ഇത്തരത്തിൽ ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ബായർ ലെവർകുസൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര കോൺസെൻട്രേഷനും കാര്യങ്ങളും വേണം ഇത്തരത്തിലുള്ള ഒരു ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ. അതവർ ചെയ്തു. പക്ഷേ സ്റ്റിൽ അവർ ടോപ്പ് ഓഫ് ദ ടേബിൾ തന്നെയാണ്. 3 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമാണ് ബായർ ലെവർകുസൻ ഇരിക്കുന്നത്. ബായർ ലെവർകുസനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ചാമ്പ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീമുകളൊക്കെ അവർക്കെതിരെ കൂടുതൽ പ്രിപ്പയർഡായിട്ട് വരും ഈ ഒരു സീസണിൽ. അവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡീഷൻസ് ഒന്നും നടത്തിയില്ല, അപ്ഗ്രേഡൊന്നും അവരുടെ സ്ക്വാഡിൽ നടത്തിയിട്ടില്ല. ബയർ മ്യൂണിക്കാണെങ്കിൽ നമുക്കറിയാം ഒലീസയെ പോലെയുള്ള പലീനിയെ പോലെയുള്ള താരങ്ങളെ കൊണ്ടുവന്ന് പലീനിയൊന്നും ഈ മത്സരത്തിൽ യൂസ് ചെയ്യപ്പെട്ടില്ല എന്ന് നമ്മൾ പറയുന്നതാണ്. ഡിഫൻസിൽ അവർക്ക് ഇത്തിരി സ്ക്വാഡ് ഡെപ്തിൻ്റെ ഒരു അഭാവമുണ്ട് നമുക്കറിയാം. പക്ഷേ മിഡ്ഫീൽഡിൽ ഇപ്പോൾ പാവ്ലോവിച്ചൊക്കെ ഇപ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഡേവിസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈവൻ ഗെറേറ ആണെങ്കിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. മ്യൂസിയാല ഈ സീസണിൽ സോഫാർ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഇന്നലത്തെ മത്സരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു ബായർ ലെവർകുസൻ. ഹാരി കെയ്നാണ് ഈ മത്സരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബായർ ലെവർകുസൻ എന്തായാലും റേസിലുണ്ടായിരിക്കും. ബയർ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ടൈറ്റിൽ തിരിച്ചു പിടിക്കണം.
അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ്. പിന്നെ ലൈപ്സിഗും ബൊറൂഷ്യ ഡോട്ട്മുണ്ടും ഐൻട്രാക്ക് ഫ്രാങ്ക്ഫർട്ടൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്റിലുകൾ കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബുണ്ടസ്ലീഗ സീസണാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലോങ് സീസണാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേ ട്വിസ്റ്റുകളും ടേണുകളും വരാനുണ്ട്. പക്ഷേ ഷാബി അലോൺസോ ഒരു ഇൻക്രെഡിബിൾ കോച്ചാണെന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. അദ്ദേഹത്തിന് പല ഗെയിം പ്ലാനുകളുണ്ട്. അതായത് പ്ലാൻ എ, ബി, സി ഒക്കെ ഉള്ള ഒരു കോച്ച് തന്നെയാണ്. പക്ഷേ ഈ ഒരു ചാമ്പ്യന്മാരായിട്ടുള്ള സീസൺ, പ്രത്യേകിച്ച് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കൂടിയുള്ള സാഹചര്യത്തിൽ അത്ര വലിയൊരു സ്ക്വാഡ് ഡെപ്ത് പോലും അവകാശപ്പെടാനില്ലാത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ സീസണിൽ സംഭവിക്കുക എന്നുള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ട്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.